നമ്മൾ ആദ്യം വന്ദേ മാതരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ദേശീയ ഗാനമായ ജനഗണമനയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ആദ്യം ദേശീയ ഗീതമായ വന്ദേ മാതരം ചൊല്ലണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതുകൂടാതെ സിനിമാ തിയേറ്ററുകൾ പോലുള്ള പൊതുവിടങ്ങളിൽ കൂടിയിട്ട് ഇത്തരം നമ്മുടെ ഈ ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കണമെന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അതേസമയം തിയേറ്ററുകളിൽ അത് ഒഴിവാക്കാം, അത് നിർബന്ധമല്ല എന്ന് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയ ഗീതത്തെ അനാദരിക്കുന്നവർക്കുള്ള നിയമം അല്ലെങ്കിൽ ശിക്ഷകൾ വിധിച്ചിട്ടുള്ള നിയമം കൂടിയിട്ട് അതിൽ പറയുന്നുണ്ട്. 3 വർഷം തടവ് ശിക്ഷ അടക്കമാണ് പറയുന്നത്. പിന്നെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടികൾ, ഗവർണർമാർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ അവരുടെ പ്രസംഗത്തിന് മുൻപും ശേഷവും കൂടിയിട്ട് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കണം. ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിക്കുന്ന സമയത്ത് ഈ ദേശീയ ഗീതത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് കൂടിയിട്ട് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മുമ്പ് തന്നെ വന്ദേ മാതരത്തിനായിട്ട് BJP നടത്തുന്നൊരു ശ്രമങ്ങൾ നമുക്കറിയാം. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ ഡിസംബറിൽ നടന്ന വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷിക ദിനത്തിൽ നടത്തിയ പ്രത്യേക ചർച്ചയും നമ്മൾ കണ്ടിരുന്നതാണ്. വന്ദേ മാതരം നിർബന്ധമാക്കുമ്പോൾ അതാണ് നമ്മൾ ആദ്യം. അജിംസ്, ഈ വന്ദേ മാതരത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന മുമ്പ് കോൺഗ്രസിൻ്റെ കാലത്ത് ഒഴിവാക്കിയെന്ന് BJP ആരോപിക്കുന്ന വരികൾ കൂടി ചേർത്ത് ആലപിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ ഇതിനെ അനാദരിച്ചുള്ള ശിക്ഷ കൂടിയിട്ട് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു ആശയക്കുഴപ്പവും സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്നതുമാകില്ലേ? ഇതിലിപ്പോൾ ഉള്ള ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ 51A അനുച്ഛേദ പ്രകാരം നമ്മൾ ദേശീയ ചിഹ്നങ്ങളെ ആദരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ദേശീയ ചിഹ്നങ്ങളെ ആദരിക്കണം എന്ന് പറയുന്ന ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നത് ദേശീയ പതാകയെയും ദേശീയ ഗീതത്തെയും ആദരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പൗരനെ സംബന്ധിച്ച് ദേശീയ ഗാനം, നാഷണൽ ആന്തം എന്ന് പറയുന്നത് ജനഗണമനയാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, നാഷണൽ ഫ്ലാഗിനെ ആദരിക്കുകയും ചെയ്യണം. അപ്പോൾ ഭരണഘടന അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് 1971 മറ്റൊരു നിയമമുണ്ട്, ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്ന നിയമം. ആ നിയമത്തിൽ പറയുന്നത് ഈ ദേശീയ ഗാനം, അതായത് ജനഗണമനയും അതുപോലെ നാഷണൽ ഫ്ലാഗിനുള്ള അനാദരവ് വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. നാഷണൽ ഫ്ലാഗ് മറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക, അത് വസ്ത്രമായിട്ട് ധരിക്കുക, കോസ്റ്റ്യൂമായിട്ട് ധരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിലെവിടെയും വന്ദേമാതരം പറയുന്നില്ല. നിലവിലുള്ള നിയമത്തിലോ ഭരണഘടനയിലോ വന്ദേമാതരത്തെക്കുറിച്ച് പരാമർശമില്ല. പക്ഷേ വന്ദേമാതരം എങ്ങനെയാണ് ഒരു ദേശീയ ഗീതം എന്ന ലെവലിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ ജനഗണമന നാഷണൽ ആന്തമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഭരണഘടനാ അസംബ്ലിയിൽ ഉയർന്ന മറ്റൊരു വാദമാണ് വന്ദേമാതരം കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത്. വന്ദേമാതരം ഉൾപ്പെടുത്തുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പാട്ടിലെ ചില വരികൾ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യുന്നതാണ്. അതെല്ലാവർക്കും സ്വീകാര്യമായ ഒന്നല്ല, മുഴുവൻ ഇന്ത്യക്കാർക്കും സ്വീകാര്യമായ ഒന്നല്ല എന്നുകൊണ്ടാണ് അതിലെ അവസാന ഭാഗത്തെ ചില സ്റ്റാൻസ് ഒഴിവാക്കി ആദ്യത്തെ ഭാഗത്തെ സ്റ്റാൻസ് മാത്രം ചൊല്ലി തുടങ്ങിയത്. അതൊരു ട്രഡീഷനാണ്, ഒരു എന്താ പറയുക, ഒരു നടപടിക്രമമാണ്. അല്ലാതെ അതിന് ഇതാണ് ആ ദേശീയ ഗീതം അങ്ങനെ ഭരണഘടനയിലോ നിയമത്തിലോ ഒന്നും പരാമർശിക്കുന്നേയില്ല. നമുക്കറിയാം ഈ നാഷണൽ ആന്തം പോലെ പരക്കെ ആലപിക്കപ്പെടുന്നതല്ല വന്ദേമാതരം ഇപ്പോഴും ഔദ്യോഗിക പരിപാടികൾ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുകയാണ്, അതിനെ ഈ ദേശീയ ഗാനത്തിൻ്റെ നാഷണൽ ആന്തത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയൊരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിൽ മുഴുവൻ സ്റ്റാൻസയും വായിക്കണം. അതിൻ്റെ ലക്ഷ്യം വ്യക്തമാണ്. അതായത് കോൺഗ്രസിൻ്റെ കാലത്ത് മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കിയ സ്റ്റാൻസ് കൂടി ഞങ്ങളിത് ഉൾപ്പെടുത്തുന്നു എന്നാണ് ആ സന്ദേശം. അത് ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല എല്ലാവരും കൊണ്ടും പാടിപ്പിക്കും. ഓക്കെ, അത് പാടിപ്പിക്കും എന്ന് സർക്കാർ വാശി പിടിക്കുമ്പോൾ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഇതിന് നിയമപരമായ സ്റ്റാറ്റസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നിയമപരമായ സ്റ്റാറ്റസ് ഇപ്പോഴും ദേശീയ പതാകയ്ക്കും ദേശീയ ഗാനത്തിനുമാണ്, നാഷണൽ ആന്തത്തിനുമാണ്. ഈ നാഷണൽ സോങ് ആയ വന്ദേമാതരത്തിന് ഇപ്പോൾ ആ സ്റ്റാറ്റസ് ഇല്ല. എന്നിരിക്കെ അങ്ങനെ ഒരു നിയമ ഭേദഗതി ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് കേവലം ഒരു ഉത്തരവ് മാത്രമാണ്, ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നാളെ മുതൽ എല്ലാ പരിപാടികളും കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന ഔദ്യോഗിക പൊതുപരിപാടികളിലൊക്കെ ഇനി നാളെ മുതൽ വന്ദേമാതരം പാടണം എന്ന് പറഞ്ഞാൽ നിയമപരമായ ബാധ്യത സംസ്ഥാന സർക്കാരിനില്ല. അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ മാത്രമാണ്. അത് നിയമപരമായി പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികൾക്കോ സ്കൂളുകൾക്കോ ഒന്നും നിയമപരമായ ബാധ്യതയില്ല. എന്നിരിക്കെ അപ്പോൾ ഇതിലൊരു പ്രശ്നം, നിയമപരമായി നാളെ പൗരൻ ആരെങ്കിലും വന്ദേമാതരം പറയുന്നു, ഇപ്പോൾ BJPയുടെ ഒരു പൊതുയോഗം നടക്കുകയാണ്, അവർ എഴുന്നേറ്റ് വന്ദേമാതരം ചൊല്ലുന്നു, അപ്പോൾ അത് കേട്ടുകൊണ്ട് ആരെങ്കിലും ഇരിക്കുകയോ മറ്റോ ചെയ്താൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിയമം എന്താണ്, നിയമം നിലവിലുള്ള ഇപ്പം നിയമപ്രകാരം പോലും ഒരു പൊതുപരിപാടിയിൽ ഒരാൾ ദേശീയ ഗാനം ആലപിക്കുകയാണെന്നിരിക്കട്ടെ, ജനഗണമന, അയാൾ എഴുന്നേറ്റുന്നില്ല എന്ന് കരുതി കുറ്റകരമൊന്നുമില്ല. പക്ഷേ അതിനെ അവഹേളിക്കുകയോ ഒരാൾ ദേശീയ ഗാനം ആലപിക്കുന്നത് തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് കുറ്റകരമാവുന്നത്.
മുമ്പ് തിയേറ്ററിൽ ഈ ദേശീയ ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് കേസ് ഓർമ്മയുണ്ട്. അത് സുപ്രീം കോടതി വരെ എത്തിയതാണ്. ആ കേസിൻ്റെ പേരിൽ ഇപ്പോഴും കേസുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ പോലും. അപ്പോൾ അത് മറ്റൊരു കാര്യം. അപ്പോൾ നിലവിൽ ഈ ഇറങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻ നിയമപരമായി പാലിക്കേണ്ട ബാധ്യതയല്ല, അതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. വന്ദേ മാതരത്തിന് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ദേശീയഗാനത്തിൻ്റെ പദവിയോ ഒന്നും കിട്ടാനും പോകുന്നില്ല. നിയമപരമോ ഭരണഘടനാപരമായ പദവി കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഭരണഘടനയിൽ പറയുന്നത്, ഭരണഘടന ചൂണ്ടിക്കാട്ടും നമ്മളോട് ആദരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദേശീയ പതാകയും ദേശീയ ഗാനത്തെയുമാണ്, വന്ദേ മാതരത്തെയല്ല, നാഷണൽ സോങ്ങിനെയല്ല എന്നുകൂടി ഓർക്കണം. അതുപോലെ 1971 നിയമം ബാധകമാവുന്നത് ദേശീയ ഗാനത്തിനും ദേശീയ പതാകയ്ക്കുമാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ഒരു ഹിന്ദുത്വ ദേശീയത പുഷ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല തരത്തിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു ഒരു പടിയായി മാത്രമേ ഇതിനെ കാണേണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ നിഷാദ്, നമുക്കറിയാം നേരത്തെ തന്നെ BJP വന്ദേ മാതരത്തിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നറിയാം. ഇപ്പോൾ ഉത്തർപ്രദേശിലാകട്ടെ യോഗി സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വന്ദേ മാതരം നിർബന്ധമാക്കിയിരുന്നു. കർണാടകയിൽ നിന്നുള്ള BJPയുടെ നേതാക്കൾ വന്ദേ മാതരത്തിനെയാണ് ദേശീയഗാനമാക്കേണ്ടതെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ നീക്കവും സമാന ഒരു രീതിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അല്ല, എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം സർക്കാർ എന്തിനാണ് തിടുക്കപ്പെട്ട് ഇത് പുറത്തിറക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വന്ദേ മാതരം എന്ന് പറയുന്ന സംഗതി പാടുമ്പോൾ പാടാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് പണ്ട് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള 4 പ്രധാനപ്പെട്ട വരികൾ വെട്ടിമാറ്റാൻ നിർദ്ദേശിക്കുന്നു. ആ വരികൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. നീയാണ് വിദ്യയും ധർമ്മവും ഹൃദയവും മർമ്മവും, നീയാണ് ശക്തി ഭക്തി, നിന്റെ പ്രതിമ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു, നീ ദുർഗയാണ് ലക്ഷ്മിയാണ് സരസ്വതിയാണ്. ഇതാണ് ഒഴിവാക്കിയ ഒരു വാചകം. ദേശീയ ഗീതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭാഗം അതാണ്. 7 കോടി കണ്ഠങ്ങളുടെ ശബ്ദം, 14 കോടി കൈകളിൽ വാൾ പിടിച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്ന ദേവിയെ ഞങ്ങൾ നമിക്കുന്നു. അതാണ് അടുത്ത മറ്റൊരു സംഗതി. ശ്യാമളയും സരളയും സൗമ്യയും അലങ്കൃതയും ഭൂമിയെ ഭരിക്കുന്ന മാതാവെ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഇത് പ്യുവർലി ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ നമ്മളൊരു ദേശീയ ഗീതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ആശയത്തിനെതിരാണ് എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ മനുഷ്യർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഒരു തീർപ്പുണ്ടാക്കിയതാണ്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ നെഹ്റു ഉണ്ടായിരുന്നു, ടാഗോർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും ആ ഒരു ഡിസ്കഷൻ ടേബിളിൽ വരികയും ശരിയാണ്, ആ വാക്കുകൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗാനം ഉണ്ടാക്കാൻ കഴിയുക, അഡോപ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് തീരുമാനിച്ചു. നെഹ്റു ടാഗോറിന് കത്തെഴുതുന്നു, ടാഗോർ തിരിച്ചു മറുപടി അയക്കുന്നു. ആ കോൺവെർസേഷൻ മുഴുവൻ അവൈലബിൾ ആണ്. അതിൽ നെഹ്റു പറയുന്ന ഈ പോയിന്റ് ടാഗോറിന് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നു. ശരിയാണ്, ആ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ എല്ലാവർക്കും പാടാൻ കഴിയുന്ന ഒന്നായി അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ദേശീയ ഗീതമായി സ്വീകരിക്കുന്നത്. അപ്പോഴും ഇതിന് ദേശീയ ഗാനത്തിൻ്റെ സ്റ്റാറ്റസ് ഇല്ല എന്ന കാര്യം ഓർക്കണം. രണ്ടാമത്തെ എന്താണ് ഇതിലൊരു പ്രധാന കാര്യം, നമ്മളൊരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കെ നമുക്ക് എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ടുകളാണ് ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ടുകൾ മതി എന്നാണ് കാര്യം. ഇപ്പോൾ ഇതെന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് വിശാലമായി ആലോചിച്ച് ഒരു നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന് ഇതിന് വേണമെങ്കിൽ ഒരു ഭയങ്കര ഭരണഘടനാപരമായ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കാമല്ലോ. അത് കൊടുക്കാതെ വളരെ തിടുക്കപ്പെട്ടിങ്ങനെ ഓർഡർ ഇറക്കുന്നതിനാണ്. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, വളരെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യന്മാർ പലരും ഇത് പാടാൻ മടിക്കും. കാരണം ഭൂമി മാതാവേ നിന്നെ വന്ദിക്കുന്നു, അല്ലെങ്കിൽ ദേവി ഞങ്ങളുടെ ദുർഗാദേവി ഞങ്ങളുടെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ പോയിന്റുകൾ ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളോ ക്രിസ്ത്യൻസോ ഒക്കെ ഒരുപക്ഷെ പാടാൻ മടിച്ചേക്കും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സിലായോ? ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെ നോക്കൂ. പശ്ചിമ ബംഗാൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഇഷ്യൂസ് വരാൻ പോകുന്ന ഒരു സ്ഥലം പശ്ചിമ ബംഗാളായിരിക്കും. അവിടെ പാടുന്നില്ല, അവിടെ മമതാ ബാനർജി ഹിന്ദു വിരുദ്ധമായിട്ടുള്ള മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ടെൻഷൻ പൊക്കിക്കൊണ്ടുവരാനുള്ള വലിയ പണിയാണ്. പിന്നെ ഇതിൻ്റെ എഴുത്ത്, ഈ പറയുന്ന ടാഗോറുമായി ബന്ധപ്പെട്ടതിൻ്റെ ചരിത്രം, ആ നിലയ്ക്കുള്ള വൈകാരികത പശ്ചിമ ബംഗാളിൽ പ്രവർത്തിപ്പിക്കുക. ഒന്ന്, പ്യുവർലി ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതികൾ പാടാൻ എല്ലാ വിഭാഗം ആളുകളെയും നിർബന്ധിക്കുകയും അവർ അതിനോട് പ്രതികരിക്കുകയോ പ്രതിരോധിക്കുകയോ മടി കാണിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഭരണഘടനാപരമായി ശരിയാവുക? ഏതെങ്കിലും ഒരു മതത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന ഭരണഘടനാ തത്വത്തിന്മേലെ നിർമ്മിതമായിരിക്കുന്ന ഈ രാജ്യത്ത് ഈ പറയുന്ന വരികൾ പാടണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്?
അപ്പോൾ അതുകൊണ്ട് ഇത് മനഃപൂർവ്വമായി നമ്മളൊരു കുഴപ്പത്തിലേക്ക് തള്ളിയിടുക, നമ്മളെ ഒരു സംഘർഷത്തിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ട് എന്നത് കാണുക. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നത്, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ എല്ലാത്തിനെയും ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമാക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ഉദ്ദേശമുണ്ട്. നമുക്കൊരു സംശയം തോന്നുന്ന ഒന്ന്, സർക്കാർ നിർബന്ധിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ വന്ദേ ഭാരതം പാടണം എന്ന് നിർബന്ധിക്കുക, നിങ്ങൾ സിനിമാ തിയേറ്ററിൽ ദേശീയ ഗീതങ്ങൾ കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നിർബന്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമുള്ളത്. എന്നാൽ സർക്കാരിനോട് നമ്മൾ വേറെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സികേഷ്. സത്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനകത്ത് നമ്മുടെ കർഷകരുടെ നട്ടല്ലൊടിച്ച് കളിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയുന്നില്ല. എന്നിട്ട് പറയുന്നത് വന്ദേ ഭാരതം പാടിക്കൂ, എന്താ വന്ദേ മാതരം പാടിക്കോളൂ എന്ന് പറയുകയാണ്. വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മോദിജി താങ്കൾ അധികാരത്തിലേക്ക് വന്നത്? താങ്കൾ അധികാരത്തിൽ ഭരണം തുടരുന്ന സമയത്ത് വിദേശത്തെമ്പാടുമുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പറ്റും, ഇന്ത്യ അങ്ങനെ വിഭവസമൃദ്ധമായ വൈഭവത്തിലേക്ക് വരും എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോഴും 5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിലാണല്ലോ മോദിജി എന്ന് ചോദിക്കുമ്പോൾ വന്ദേ മാതരം പാടുന്നത് നിർബന്ധമാക്കുകയാണ്. മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ടോ എന്നുള്ളത്, അവർക്ക് ജോലിയുണ്ടോ എന്നുള്ളത്, ഇന്ധനവില കുറയുന്നുണ്ടോ എന്നത്, ഭക്ഷ്യവില കുറയുന്നുണ്ടോ എന്ന്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിയിട്ട് 10 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും അതിന് കഴിയാത്ത ഒരു ഭരണകൂടം ഇത്തരം സംഗതികൾ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മനുഷ്യരെ എങ്ങനെ ഡിവൈഡ് ചെയ്യിക്കാം, അവരെ എങ്ങനെ കത്തിക്കാം, എങ്ങനെ വൈകാരികമായി കത്തിക്കാം എന്ന ഉദ്ദേശമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ നോക്കൂ, അവിടെ ബാബരി മസ്ജിദിൻ്റെ പണി വളരെ പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞു. എവിടെ? പശ്ചിമ ബംഗാളിൽ. ഇപ്പുറത്തെന്താണ് യോഗി ആദിത്യനാഥ് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന കാലത്തോളം ബാബരി മസ്ജിദ് പുനഃസൃഷ്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അപ്പുറത്ത് ബാബരി മസ്ജിദിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു. ഒരു മനുഷ്യൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ബാബരി മസ്ജിദ് നിർമ്മിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ബാബരി മസ്ജിദ് നിർമ്മിക്കുമെന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നു, അതിനകത്ത് പേരിൽ നടപടിയെടുക്കുന്നു, പുറത്തു പോയിട്ട് ഒറ്റയ്ക്കായിട്ട് നിർമ്മിക്കുകയാണ്. ഇത്രയും സെൻസിറ്റീവായ ഇഷ്യൂവിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി, ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഇത്രയും പബ്ലിക്കായി ഇവിടെ ബാബരി മസ്ജിദ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അത് തുറന്നു കൊണ്ടുപോകാനും കഴിയുന്നെങ്കിൽ ആരുടെ പ്ലോട്ടായിരിക്കും? ആരായിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക? പശ്ചിമ ബംഗാളിൽ ബാബരി മസ്ജിദ് ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമുക്ക് വളരെ കൃത്യമാണ്. ഇപ്പുറത്ത് യോഗി ആദിത്യനാഥ് ബാബരി മസ്ജിദ് ഇന്ത്യ ഉള്ള കാലത്തോളം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും പശ്ചിമ ബംഗാളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് വന്ദേ മാതരത്തിനകത്തെ ഹിന്ദു ദേശീയവാദം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം പാടാൻ മുസ്ലിങ്ങൾ ഒരുക്കമാണോ? ഇല്ലെങ്കിൽ പ്രശ്നമാകും. ബാബരി മസ്ജിദ് ഉയർത്തുമ്പോൾ നോക്കൂ, ഹിന്ദുക്കളോട് പറയാൻ നോക്കൂ, അവർ വിദേശ ഇൻവേഡറായിട്ടുള്ള കടന്നുകയറ്റക്കാരനായ ബാബറുടെ പേരിലുള്ള സ്മൃതി കുടീരം അല്ലെങ്കിൽ പള്ളി വീണ്ടും നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായും ഈ പറഞ്ഞ മതപരമായ വിദ്വേഷത്തിലേക്കും അല്ലെങ്കിൽ ഏകീകരണത്തിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോകാനുള്ള ലാർജർ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട ഈ പറഞ്ഞ ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത് മനസ്സിലാക്കണം. അതിൻ്റെ ലക്ഷ്യം കേരളവും ഒന്നുമല്ല. അതിൻ്റെ ലക്ഷ്യം കേരളവും അതിൻ്റെ ലക്ഷ്യമായിരിക്കണം. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അസവും ഒക്കെ ലക്ഷ്യമായിരിക്കും. ഈ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനം ബംഗാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം സമ്പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമുള്ള ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനോട് എങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പോൾ തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, പ്രധാനപ്പെട്ട പല സ്റ്റേറ്റുകളുണ്ട്, BJP ഇതര ഭരണകൂടങ്ങളുള്ള സംസ്ഥാനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും, കേരളം അടക്കം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യം. നമ്മുടെ സ്കൂളുകളിൽ ശിവൻകുട്ടി ഇക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രോങ് പൊസിഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മുടെ സ്കൂളുകളിൽ വന്ദേ മാതരം എഴുന്നേറ്റ് പാടണം, എന്നിട്ട് ഒരു വിശ്വാസ ആചാരത്തിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും പാടണം എന്ന ഒരു തിട്ടൂരത്തോടെ എങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടതാണ്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും വന്ദേ മാതരം നമ്മുടെ എന്താ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ട് പാടിക്കൊണ്ടിരുന്നതല്ലേന്ന്. പക്ഷേ കോൺഗ്രസിൻ്റെ വേദിയിലൊക്കെ പണ്ടും പാടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പാടിക്കൂടെ ചോദിക്കുമ്പോൾ അതിൻ്റെ വരികളെടുത്ത് നോക്കിയിട്ട് നമ്മൾ ദേശീയ ഗാനത്തിൻ്റെയോ ദേശീയ ഗീതത്തിൻ്റെ കൂടെ അവസാനം കഴിയുമ്പോൾ ജയ 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 ഹേ കഴിഞ്ഞിട്ട് നമുക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൂടെ ചേർക്കാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറ്റുമോ? അള്ളാഹു അക്ബർ എന്നൊരു വാക്കുകൂടെ ചേർക്കാം എന്ന് പറഞ്ഞാൽ പറ്റുമില്ല. അതുപോലെ ഉള്ളൂ, ഞങ്ങൾ ദുർഗാ മാതാവിനെ വന്ദിക്കുന്നു, ഞങ്ങളുടെ ക്ഷേത്രങ്ങളെ പോലെ ആരാധിക്കുന്നു എന്നുള്ള വാക്ക് ദേശീയ ഗീതത്തിൽ ചേർക്കാൻ പറ്റാത്തതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും മറ്റേ ലൈനിൽ എത്തിയിട്ടില്ല. എന്നിടത്തോളം കാലം അത് ചേർക്കാൻ പാടില്ല എന്ന നിലപാട് ഉറക്കെ പറയാൻ നമ്മൾ ആരും പേടിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അതെ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ദേശീയ ഗാനമായ ജനഗണയ്ക്കും മുകളിലായിട്ട് ദേശീയ ഗീതത്തെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ല അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം.